സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എന്നോടൊപ്പം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വകുപ്പ് ഡയറക്ടർ നീത കെ ഗോപാൽ ചേരുകയാണ്. കൊടും ചൂടിന് പൂർണ്ണമായും ശമനമായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുകയും ചെയ്യുകയാണ്. ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ജാഗ്രതയുടെ ഭാഗമായി പാലിക്കണം? കൊടും ചൂടിന് ശമനമായി. ഇന്ന് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിന് അല്ലെങ്കിൽ ഉയർന്ന താപനിലയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധാരണ പോലെ വേനൽ മഴ ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പൊതുവിൽ വേനൽ മഴ വരിക. മറ്റെന്തെങ്കിലും ഒരു വെതർ സിസ്റ്റമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഴ രാവിലെയോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലോ ഒക്കെ പെയ്യുക. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇടിയോട് കൂടിയുള്ള മഴ. അപ്പോൾ അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഇടിമിന്നലിനുള്ള ജാഗ്രതാ നിർദ്ദേശവും അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ ഇടിമിന്നലിനോടൊപ്പം ശക്തിയായ കാറ്റിനും, അതായത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റും ഈ മഴയോടൊപ്പം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പിന്നെ ഈ വ്യാഴാഴ്ച മുതൽ ചുരുക്കം ചില സ്ഥലങ്ങളിലെങ്കിലും കനത്ത മഴയ്ക്കുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് അതിനുള്ള ജാഗ്രതാ നിർദ്ദേശവും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലേക്ക് യെല്ലോ അലേർട്ട് ചില ജില്ലകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ സാഹചര്യം എന്ന് പറയുന്നത്. വ്യാപകമായിട്ട് മഴ പെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. മഴയുടെ ഇൻറ്റൻസിറ്റി കണക്കെടുക്കുവാണെങ്കിൽ ഒരു യെല്ലോ അലേർട്ടിനപ്പുറത്തേക്കൊന്നും പോകില്ല. പക്ഷേ മഴ നമ്മൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും. താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് ഇനി ഇഷ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കേരളത്തിൽ വലിയ ചൂടാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. ഈ ചൂട് ഇങ്ങനെ അനുഭവവേദ്യമാകാനുള്ളൊരു കാരണം എന്തായിരുന്നു? പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ 41 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ തന്നെയും ഉയരുന്നൊരു സ്ഥിതി ഉണ്ടായി. വടക്കൻ കേരളത്തിലെന്ന് മാത്രമല്ല, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ വലിയ ചൂടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ അതെങ്ങനെയായിരുന്നു? നമുക്ക് ഈ വർഷം വേനൽക്കാലത്ത് മഴ പെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചൂടിൻ്റെ ചൂട് ഇത്രയും അസഹനീയമായ രീതിയിലേക്ക് ഉയരാനുള്ളൊരു കാരണം. സാധാരണഗതിയിൽ വേനൽക്കാലത്ത് നമുക്ക് കുറച്ച് വേനൽ മഴ കിട്ടുമ്പോൾ ഈ ഇടതടവില്ലാതെ സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്ന അതിനൊരു ബ്രേക്ക് വരും. ഇടയ്ക്ക് മഴ വരികയോ അല്ലെങ്കിൽ ആകാശത്ത് മേഘങ്ങളൊക്കെ വരികയോ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം മഴ തീരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ സീസണൽ ടോട്ടലിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് വരയ്ക്കുള്ള മാർച്ച് 1 മുതൽ ഇന്ന് ഏപ്രിൽ 27 വരെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആകെ മഴയെന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 50% കുറവാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം തീരെ മഴയില്ലാത്ത മാസങ്ങളാണിത്. പക്ഷേ ഈ ജൂൺ ജൂലൈയിലേക്ക് വരുമ്പോൾ ഈ മഴയുടെ ഒരു അളവ് അത് കൂടാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായി മഴ പെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇതുകൂടി നികത്തുന്ന രീതിയിൽ വലിയ മഴ കിട്ടുമോ? അപ്പോൾ മെയ് മാസത്തിൽ നമ്മൾക്ക് നല്ല മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ശരാശരിയിൽ കൂടുതൽ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏപ്രിലെ അവസാനത്തെ ആഴ്ചയിലും മഴ കൂടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾക്ക് ആ ഒരു കുറവിനെ ഒന്ന് പരിഹരിക്കാൻ പറ്റും. പിന്നെ മെയ് മാസത്തിലെ മഴയും ശരാശരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ സീസൺ മുഴുവൻ, മാർച്ച്, ഏപ്രിൽ, മെയ് സീസൺ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെയ് അവസാനമാകുമ്പോഴേക്കും ഈ കുറവൊക്കെ നികത്തി ഒരു സാധാരണ ഫിഗറിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ജൂൺ മാസത്തിലെ നമ്മുടെ ഒഫീഷ്യൽ ഫോർകാസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മെയ് പകുതിക്കാണ് കേരളത്തിൽ മൺസൂൺ എന്നാണ് വരുന്നതെന്നുള്ള ഫോർകാസ്റ്റ് വരിക. മെയ് അവസാനത്തിലാണ് നമ്മുടെ മൺസൂൺ ഫോർകാസ്റ്റിൻ്റെ 2ാം ഘട്ട പ്രവചനം വരുന്നത്. അപ്പോൾ അതോടൊപ്പം ജൂൺ മാസത്തിലെ മഴ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും ആ സമയത്താണ് നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഫോർകാസ്റ്റ് പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ മെയ്യിൽ നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട്. ഈ എൽ നിനോ പ്രതിഭാസം സംസ്ഥാനത്ത് ശക്തമായതാണോ ഇങ്ങനെ ചൂട് കൂടാനൊരു കാരണമായി മാറുന്നത്? കാരണം എല്ലാ കൊല്ലവും സാധാരണഗതിയിൽ ഈ ഒരു സമയത്ത് ചൂടുണ്ടാകാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു അളവും അതിൻ്റെ ഒരു തീവ്രതയും ഒക്കെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. എൽ നിനോ അതിന് കാരണമാവുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എൽ നിനോ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ സമുദ്രത്തിലെ ഒരു ഉപരിതല ജലത്തിൻ്റെ ഒരു താപനില വെച്ചിട്ടൊക്കെയാണല്ലോ നമ്മളിത് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും സാധാരണ നിലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഒരു കണ്ടീഷൻസ് പലപ്പോഴും ഒരു വീക്ക് ലാനിന അല്ലെങ്കിൽ ന്യൂട്രൽ കണ്ടീഷൻ എന്നുള്ളൊരു സ്ഥിതിയിലേ ഇപ്പോഴും ആയിട്ടുള്ളൂ. മെയ്, ജൂൺ, ജൂലൈ ആ ഒരു പീരീഡിലാണ് അത് സമുദ്രജലം കൂടുതൽ ചൂടായി ഒരു എൽ നിനോ കണ്ടീഷനിലേക്ക് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ തുടങ്ങാത്ത എൽ നിനോ
ആയതുകൊണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അത് നമ്മൾ സ്വാധീനിച്ചെന്ന് പറയുന്നതിൽ അത് പറയുന്നത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താൻ മേഘങ്ങളുണ്ടായിരുന്നില്ല, മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസത്തേക്ക് അത് തുടർച്ചയായി നിന്നപ്പം അന്തരീക്ഷം ആകമാനം ഒന്ന് ചൂടായി. പിന്നെ അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രതിചക്രവാതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആൻറ്റി സൈക്ലോൺ. അത് സാധാരണ നമ്മുടെ ഈ അന്തരീക്ഷം തണുക്കുന്നതിനെ ഇനിയിപ്പോൾ ഈ ചക്രവാത ചുഴിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ഇനിയിപ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയുടെയും ചുഴലിക്കാറ്റിൻ്റെയൊക്കെ സമയമാണല്ലേ. അപ്പോൾ ഈ ചുഴലിക്കാറ്റും ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും സംസ്ഥാനത്ത് ഇങ്ങനെ ആഞ്ഞു വീശാൻ പോകുന്ന മാസങ്ങളായിരിക്കും വരുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ ആൻറ്റി സൈക്ലോണിൻ്റെ കാലമെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ സൈക്ലോണിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ചക്രവാത ചുഴി, ന്യൂനമർദ്ദപ്പാത്തി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സീസൺ, ഒരു വേനൽക്കാലത്തിൻ്റെ ആ ഒരു സീസണൽ പാറ്റേണിൽ നിന്ന് നമ്മൾ മഴയുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇനിയുള്ള അടുത്ത ഡിസ്കഷനിലെല്ലാം നമ്മൾ ചക്രവാത ചുഴിയെ പറ്റിയൊക്കെ ആയിരിക്കും പറയുക. ഇപ്പോൾ ആൻറ്റി സൈക്ലോണിൻ്റെ പ്രഭാവം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി മാറുന്നു, പിന്നീട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു, അങ്ങനെയുള്ള വാർത്തകളായിരിക്കും. അതെ, അത് ഒന്ന് മൺസൂണിന് മുമ്പ് മെയ് മാസത്തിൽ സാധാരണ സൈക്ലോണുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്രാവശ്യം ഈ സൂചിപ്പിച്ച പോലെ എൽനിനോ ഉണ്ട്, അല്ലെങ്കിൽ കടലിലെ ജലമൊക്കെ ചൂട് കൂടുതലായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇതുപോലെ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇതുവരെ ഈ വരുന്നൊരു 10 ദിവസത്തേക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നും ഇതുവരെ കാണുന്നില്ല. പക്ഷേ മെയ് അവസാനത്തോടുകൂടി മൺസൂൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂനമർദ്ദങ്ങളോ അല്ലെങ്കിൽ ചക്രവാത ചുഴികളോ ഉണ്ടായിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഈ മഴ തുടങ്ങി ആദ്യത്തെ ആഴ്ച തന്നെ ഒരുപക്ഷെ യെല്ലോ അലർട്ടിൽ നിന്ന് ഓറഞ്ച് അലർട്ടിലേക്കും റെഡ് അലർട്ടിലേക്കും ഒക്കെ തന്നെയും കാലാവസ്ഥയിൽ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ഫിഷർമെൻ വാണിംഗ്, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി ഈ ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ കൂടി വരേണ്ടി വരുമല്ലേ? ഇല്ല, ഇപ്പം ഈ ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ റെഡ് അലേർട്ട് മഴയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ പൊതുവിലെ നമുക്ക് മൺസൂൺ സമയത്താണ്, കാലവർഷക്കാലത്താണ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ന്യൂനമർദ്ദമോ സൈക്ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സമയത്തെ നമുക്ക് അത്രയും അതിശക്തമായ മഴയൊക്കെ കിട്ടാറുള്ളൂ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് പെയ്യുന്ന ഈ വേനൽ മഴയിൽ ഏറ്റവും കൂടിയെന്ന് പറഞ്ഞപ്പോൾ യെല്ലോ അലേർട്ടിനുള്ള മഴയൊക്കെ ഉള്ളൂ. കാരണം ഈ മേഘങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ രൂപപ്പെട്ട് അത് പെട്ടെന്ന് തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വളരെ സ്പീഡിൽ അത് നിൽക്കും, അത് നീങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഒരു ഒബ്സർവേറ്ററി ആണെങ്കിൽ അവിടെ തന്നെ നിന്ന് മഴ പെയ്യുന്ന ഒരു സ്വഭാവം അല്ല ഈ വേനൽ മഴയിലെ മേഘങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത് വളരെ സ്പീഡിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ മഴ കേന്ദ്രീകരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു രീതിയല്ല വേനൽക്കാലത്തെ മഴയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ യെല്ലോ അലേർട്ട് ഓറഞ്ച് അല്ലെങ്കിൽ റെഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനമർദ്ദമോ അല്ലെങ്കിൽ സൈക്ലോണോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വെതർ സിസ്റ്റം ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്കിത് മൺസൂൺ ഓൺസെറ്റിനടുത്തോ അല്ലെങ്കിൽ മൺസൂൺ സീസണിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഫിഷർമെൻ വാണിംഗ് ആണെങ്കിൽ പോലും അത് മൺസൂൺ കാറ്റൊന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ അറബിക്കടൽ മുഴുവനും പ്രക്ഷുബ്ധമാകുകയും നമുക്ക് മത്സ്യബന്ധനത്തിന് തടസ്സമാവുകയൊക്കെ ചെയ്യുന്നത്. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന മഴയ്ക്ക് നമ്മൾ ഇടിമിന്നലിനും ശക്തമായുള്ള കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശം മാത്രം കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഇപ്പോൾ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണല്ലോ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ജാഗ്രത കൈവിടരുത് എന്നുള്ളതാണ് നമ്മൾ എല്ലാ മഴക്കാലത്തും ആവർത്തിച്ച് പ്രേക്ഷകരോടക്കം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ IMDയും അതോടൊപ്പം തന്നെ KSDMയും ഒക്കെ നൽകുന്ന വാണിംഗ് കൃത്യമായി പാലിക്കുക ജനങ്ങൾ, അല്ലേ? അതെ, ഇടിമിന്നലിൽ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഒപ്പം തന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യം ഒരു ആവർത്തി കൂടി പറയണം. ഇപ്പോൾ എല്ലാവരും ചൂടിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഇടിമിന്നലിലേക്കുള്ള ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ ഇടിമിന്നലുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക പരമാവധി. ഇടിമിന്നലുള്ള സമയത്ത് ഉയരം കൂടിയ മരങ്ങളുടെ ഒന്നും ചൂട്ടിൽ അഭയം പ്രാപിക്കാതിരിക്കുക. ഇടിമിന്നലുണ്ടെങ്കിൽ വീടിനകത്ത് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് ഉള്ളിലോ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിൽക്കുക. പിന്നെ ആ സമയത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക, അത് ഓഫ് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക. അതുപോലെ ആ സമയത്ത് കുളിക്കാതിരിക്കുക. ഇതെല്ലാമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഈ മലയോര മേഖലകളുടെയും അതോടൊപ്പം
തീരദേശ മേഖലകളിലെയും സാഹചര്യം എങ്ങനെയായിരിക്കും? ഇപ്പോൾ മഴ വ്യാപകമായി കിട്ടാൻ പോവുകയാണ്, അപ്പോൾ അവിടെയും ഒരു വാണിംഗ് ഒക്കെ നൽകേണ്ട ഒരു സാഹചര്യം വരുന്നതല്ലേ? നമുക്കിപ്പോൾ ഈ ഒരാഴ്ചയിലെ കാലത്തേക്ക് നമുക്ക് തീരദേശത്തേക്കോ അല്ലെങ്കിൽ മലയോര മേഖലയ്ക്കോ പ്രത്യേകിച്ചൊരു ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ആവശ്യം കാണുന്നില്ല. കാരണം അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ ഒരു വെതർ സിസ്റ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഇതുപോലെ ഒരു വെതർ സിസ്റ്റം ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ തീരദേശത്തിനോ അല്ലെങ്കിൽ മലയോര മേഖലയ്ക്കോ അതിങ്ങനെ ഒരു തുടർച്ചയായി പെയ്യുന്ന മഴയുടെ ഭാഗമായിട്ടാണ് സാധാരണ നമ്മൾ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലിപ്പോൾ വരുന്ന ഒരു 10 ദിവസത്തേക്കില്ല. അപ്പോൾ അതിനുശേഷം പുതിയ എന്താ പറയുക ഇൻഫർമേഷനൊക്കെ വന്ന് ഇത് റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ പുറപ്പെടുവിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മഴക്കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വ്യാപകമായി മഴ പെയ്യാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കും സൂചിപ്പിക്കാൻ കഴിയുന്നത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.